പലരും എന്താന്ന് വെച്ചാൽ വളരെ പാനിക്കായിട്ടാണ് ഒരു ആക്ടർ ഡേറ്റ് കിട്ടിയാൽ എങ്ങനെയെങ്കിലും സിനിമ ചെയ്യാന്നുള്ള ചിന്തയിൽ പോകും. ഞാൻ പേര് പറയത്തില്ല. ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് 2 നല്ല ഡയറക്ടേഴ്സ്, ഒരു ഡയറക്ടർ ഒരു റൈറ്ററും കഥ വന്നു പറഞ്ഞു. ഞാൻ ആ സിനിമയുടെ കഥ എൻ്റെ കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. ഇവരെന്ത് ചെയ്ത ശമ്പളം പറഞ്ഞില്ല, അഡ്വാൻസ് ഇച്ചിരി തന്നേക്കാൻ പറഞ്ഞു. ഞാൻ ഇവരെ കൊണ്ടുവന്ന ആൾക്കാരോട് പല പ്രാവശ്യം ചോദിച്ചു, ഇവരുടെ ശമ്പളം എത്രയാന്ന് പറ. അത് ഞങ്ങൾ പിന്നെ പറഞ്ഞോളാം, അഡ്വാൻസ് ഇത്ര എന്താ. ഞാൻ പറഞ്ഞു ഞാൻ ആ സിനിമ ചെയ്യുന്നില്ല. കാരണം ഒന്നുമല്ല, നാളെ ഇപ്പൊ അവർക്ക് എത്ര വേണേലും ചോദിക്കാനോട്. സിനിമ ഒരു വലിയ വിജയമായാൽ വലിയൊരു പ്രതിഫലം കൊടുക്കേണ്ടി വരും. അല്ല, വിജയമായില്ലെങ്കിൽ അവർക്ക് നാളെ ഞാനിപ്പം ഒരാൾക്ക് ഒരു 25 ലക്ഷം അഡ്വാൻസ് കൊടുത്തു, അയാൾക്ക് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന 1 കോടിയാന്ന് വിചാരിച്ചു. അവർക്ക് നാളെ 2 കോടിയും ചോദിക്കാം, ചിലപ്പോൾ 50 ചോദിക്കത്തുള്ളായിരിക്കും. എന്തിനാ നാളെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് എന്ന് വെച്ച് ഞാൻ ആ സിനിമ വേണ്ട എന്ന് വെച്ചു. ഞാനത് പറയാൻ കാരണം ഇതാണ്, ഇപ്പൊ ബിജു മേനോൻ എന്ന് പറയുന്ന ആക്ടറെ ഇത് ചെയ്യാനുള്ളൂ കിട്ടത്തുള്ളൂ എന്ന് ചിന്തിച്ചാൽ, ഈ ഞാൻ പണ്ടൊന്നും ഇങ്ങനത്തെ പ്രൊമോഷൻസ് ഒന്നും ഇല്ലായിരുന്നു. കോവിഡിന് ശേഷമാണല്ലോ ഇത് വന്നത്. അത് പ്രതീക്ഷ വേണം സിനിമ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ ആർക്കറിയാല് എനിക്ക് തോന്നുന്ന 3-4 ഇന്റർവ്യൂ നമ്മൾ വിളിച്ചു പറഞ്ഞത്, നമുക്ക് പെപ്പർ ബോട്ടിൽ ഇരുന്ന് പുള്ളി 3-4 ഇന്റർവ്യൂ ചെയ്ത് അതിൽ കൂടുതൽ നമ്മൾ പുള്ളിയെ വിളിച്ചിട്ടുമില്ല. ഞാനൊരു പോസ്റ്റ് ഇടാൻ പോലും പുള്ളിയോട് ചോദിക്കാറില്ല. കാര്യം എനിക്കറിയാം ബിജു മേനോൻ എന്ന് പറയുന്ന ആള് എന്താണെന്ന് അറിയാം. അന്നേരം പിന്നെ നമ്മളിതിനാ അങ്ങനെ ഒരു സഹകരിക്കാത്ത ഒരാളല്ല. വളരെ നല്ല എന്താ പുള്ളി സുഹൃത്തുക്കൾക്ക് വേണ്ടി ചത്തു നിൽക്കുന്ന വ്യക്തിയാണ് ബിജു മേനോൻ. പുള്ളിയുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ചത്തു നിൽക്കുന്ന വളരെ നന്നായിട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറല്ലേ. ഞാൻ എൻ്റെ ക്യാരക്ടർ ആയിരിക്കത്തില്ല എൻ്റെ കൂടെയുള്ള വേറെ ഒരാളുടെ ക്യാരക്ടർ. നേരം അതനുസരിച്ച് നമ്മൾ ഇടപെടണം. ഈ ആളുകൾ പ്രതിഫലം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നിർമ്മാതാവിനോടുള്ള ഒരു ഡിബേറ്റ് ഉണ്ടല്ലോ, ഒരു ബാർഗെയിനിങ്, അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഘട്ടങ്ങളിലേക്ക് എത്താറുണ്ടോ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ട്? പൈസയുടെ കാര്യം എനിക്ക് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ആരും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന മുകളിൽ സാലറിയുടെ ആൾക്കാരുടെ കാര്യം പ്രൊഡക്ഷൻ കൺട്രോളർ പറയുമ്പോൾ ഞാൻ പറയും അദ്ദേഹം മറ്റേ അടുത്ത ആളെ എടുക്കാൻ പറയും. കാര്യം നമ്മൾ ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. 14ാമത്തെ പടമില്ല, ഇത് 14ാമത്തെ പടമാണ്. ഇത് 13ാമത്തെ പടമായിരുന്നു, ഇറങ്ങുന്ന 14ാമത്തെ പടമായിട്ടാണ്. ഇന്ന് വരെ ഒരു ആക്ടറിൽ നിന്നും അങ്ങനെ ഒരു ചെറുതോ വലുതോ ഒരിടത്തു നിന്നും ഉണ്ടായിട്ടില്ല. മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്, ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, നിവിൻ പോളി അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ദുൽഖർ സൽമാനും പൃഥ്വിരാജും അങ്ങനെ 1, 2, 3 പേരൊഴിച്ച് ബാക്കി എല്ലാവരും എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ആരുടെ കയ്യിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പ്രൊമോഷൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, സാലറിയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, താമസിച്ചു വന്നെന്നുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടില്ല, സിനിമക്കിടയ്ക്ക് ഇറങ്ങിപ്പോയെന്നുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. മോഹൻലാൽ മമ്മൂട്ടി ഈ 2 പേരും കഴിഞ്ഞാൽ OTT മാർക്കറ്റിൽ ഏറ്റവും അധികം മാർക്കറ്റുള്ള നാടകരാണ്? എനിക്കിപ്പോൾ OTT മാർക്കറ്റിനെ പറ്റി യാതൊരു ധാരണയുമില്ല. കാരണം ഞാൻ 2022 ഈ എന്നാൽ താൻ കേസോട് കഴിഞ്ഞ് ആഫ്രിക്കയ്ക്ക് പോയി. പിന്നെ ഈ ആഫ്രിക്ക ചെന്നുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പലപ്പോഴും കണക്ടിവിറ്റി ഇല്ല. ഇവിടെ ഒരാൾ മരിച്ചെന്നൊക്കെ നമ്മൾ അറിയുന്നത് ഇവിടെ തിരിച്ചു വരുമ്പോഴാണ്, പലപ്പോഴും കാണാറില്ല, തിരക്കിനിടയ്ക്ക് ഓടും. അന്നേരം ആ അറിവുകേട് എനിക്ക് ബൾട്ടിയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്താണ് ഇവിടെ ഉണ്ടായ മാറ്റങ്ങൾ എന്ന്. പണ്ട് ഞാൻ ഖത്തറിലാകുമ്പോൾ എല്ലാ ആഴ്ചയിലും ഓടി വരും, വീക്കെൻഡ് ഇവിടെ ഉണ്ട്, സിനിമാക്കാരെയൊക്കെ കാണാറുണ്ട്, നമുക്ക് മാർക്കറ്റ് അറിയാറുണ്ട്. എന്നിട്ട് എന്ന് പറഞ്ഞ പോലെ ഈ മൂന്നാമത്തെ ആർക്കാണ് ഏറ്റവും കൂടുതൽ, ലാലേട്ടനായിരിക്കും ഓട്ടോമാറ്റിക്കലി ഏറ്റവും കൂടുതൽ, എങ്കിൽ പോലും എനിക്കതേപ്പറ്റി ഒരു വലിയ ധാരണ ഇല്ല. ഇപ്പം അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്, ബൾട്ടി എന്ന് പറയുന്ന സിനിമ ആരുമില്ല, നമ്മുടെ സുപ്പ് മാത്രം വെച്ചുകൊണ്ടാണ് OTT വിറ്റേക്കുന്നത്. നല്ല വില കിട്ടിയിട്ടുണ്ട്. പെണ്ണും പൊറോട്ടും, ബൾട്ടി അല്ല, പെണ്ണും പൊറോട്ടും. ബൾട്ടി എന്നുള്ള പറയുന്ന സിനിമയുടെ OTTയും സാറ്റലൈറ്റും ഇപ്പോഴും നടന്നിട്ടില്ല. ഈ 2 ദിവസങ്ങളിൽ നടന്നിട്ടില്ല. അന്നേരം അത് അന്ന് വലിയ വില, നല്ല വില സോണി എന്നോട് വിളിച്ച് ഫോണിൽ സംസാരിച്ചാണ്. അന്ന് ഞാൻ ഒരു ബന്ധമില്ലാത്ത വലിയ വില ചോദിച്ചു. എനിക്ക് ഇവിടുത്തെ മാർക്കറ്റ് അറിയത്തില്ലായിരുന്നു. അന്നേരം യാഥാർത്ഥ്യത്തിലേക്ക് എത്താതെ ഞാൻ എന്നാ പറയുന്നത് 14-16 കോടി ചോദിച്ചുകൊണ്ടിരുന്നു. അവർ 9.5 കോടിക്ക് വരെ എടുക്കാൻ റെഡിയായിരുന്നു. അന്നേരം അത് പിന്നെ ഒരു അബദ്ധമായി അങ്ങനെ തോന്നുന്നു, അങ്ങനത്തെ ചിന്തകളൊക്കെ മനസ്സിൽ പോവാ. നമുക്കങ്ങനെ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ അന്ന് അത് ചെയ്യുമായിരുന്നെങ്കിൽ അത് ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയത് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ടാണ്. പപ്പ എന്നെ ആഗ്രഹം MBBS പഠിക്കണതായിരുന്നു. അതിന് ഞാനിവിടെ എൻട്രൻസ് കോച്ചിങ്ങിനും ഒക്കെ പോയതാണ്. അന്നേരം
ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇത് എഞ്ചിനീയറിംഗ് പഠിക്കാതെ പോയത് ശരിയായി പോയില്ല, അല്ലെങ്കിൽ ഡോക്ടർ ആകാഞ്ഞ ശരിയായി പോയിട്ടില്ല, അല്ലെങ്കിൽ എന്താ ഇത് കാര്യമെന്ന് പറയുന്നതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇതൊന്നും നമുക്ക് തിരിച്ചു വരാത്തതല്ലേ. എൻ്റെ വൈഫും പിള്ളേരും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. കട്ടിലിൽ ഞാനൊരു 9:30 ആകുമ്പോൾ കിടക്കും. വീട്ടിൽ ചെന്നാൽ 9:15 ഉറങ്ങും. രാവിലെ 4 ആകുമ്പോൾ എഴുന്നേക്കും. അത് ഇപ്പം ഇന്നലെ ഞാൻ കിടന്നപ്പോൾ 1 മണിക്ക് വന്നാലും 4:30 ആകുമ്പോൾ എഴുന്നേക്കും. അന്നേരം കിടന്ന് കഴിഞ്ഞ ഉടനെ പിള്ളേരൊക്കെ എൻ്റെ അടുത്ത്, എൻ്റെ പെൺകുട്ടികൾ, എനിക്ക് 3 പേര്, മൂന്നാമത്തോളും ആരും എൻ്റെ അടുത്ത് വന്നിരിക്കും, വർത്തമാനം പറയാം. ഞാനൊരു 2-3 മിനിറ്റിനുള്ളിൽ ഉറങ്ങിപ്പോകും. എന്നിട്ട് അവർ പറയുന്നത് ഡാഡിയോട് വർത്തമാനം പറയാൻ പോലും കിടക്കുമ്പം പോലും കിട്ടാറില്ല. ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാത്തതുകൊണ്ട് എനിക്ക് ഉറങ്ങാനൊക്കെ. ഇപ്പൊ നമ്മള് ശ്രീ മോഹൻലാലിന്റെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹമാണ് ഇപ്പൊ നിലവിൽ ഏറ്റവും അധികം OTT ഒരു വാല്യൂ ഉള്ള അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ ഇപ്പൊ ഒരു മിനിമം ബഡ്ജറ്റുള്ള കഥയാണെന്ന് വിചാരിക്കുക, ദൃശ്യം പോലെ ഒരു സിനിമയാണെന്ന് വിചാരിക്കുക. അതൊരു ബഡ്ജറ്റ് വൈസ് അത് ചെറിയ സിനിമയാണല്ലോ. അങ്ങനെയാണെങ്കിൽ എത്ര കോടി വേണ്ടി വരും ഒരു പ്രൊഡ്യൂസർ? അദ്ദേഹത്തിന്റെ ശമ്പളം കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. കാര്യം അപ്രോക്സ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കല്ലേ എന്നെ നന്നായിട്ട് അല്ല, എനിക്ക് അറിയത്തില്ല സത്യമായി. ഇത് ആൾക്കാര് കേൾക്കുന്നു 30 കോടിയെങ്കിലും വേണം. 30 കോടിയൊന്നും ഇല്ല. ബൾട്ടി എന്ന സിനിമയ്ക്ക് 22 കോടി ആയാൽ ലാലേട്ടനെ വെച്ചൊരു പടം എടുക്കണമെങ്കിൽ 30 എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ആണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഏതാ, ഈ പെണ്ണും പൊറോട്ടും എന്നുള്ള സിനിമയ്ക്കകത്ത് ഒരു കാരവൻ പോലും ഇല്ലായിരുന്നു. ഡയറക്ടർക്ക് കാരവൻ ഇല്ലായിരുന്നു. സുട്ടുവിനൊരു AC സാധനം ഉണ്ടായിരുന്നു, വേറെ ആർക്കും ഇല്ലായിരുന്നു. എന്നിട്ട് 7.5 കോടി രൂപയായില്ലേ. ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കാര്യം നമ്മൾ ഇൻട്രസ്റ്റിന് പൈസ എടുത്തിട്ടില്ല, നമ്മുടെ സ്വന്തം പൈസ ആയെങ്കിൽ 30 കോടി എന്നൊന്നും പറയുന്നത്. കാര്യം എല്ലാത്തിനും പൈസയല്ലേ. എല്ലാം സെറ്റിൽ പൈസ. ഇപ്പം പെണ്ണും പൊറോട്ടിലൊക്കെ ഒരു സെറ്റിൽ 300-200-300 പേരുണ്ടായിരുന്നു. ഇവർക്കെല്ലാം ഭക്ഷണം എല്ലാം കൊടുക്കണം. ആർക്കും നമുക്ക് മാറ്റി കൊടുക്കാനൊക്കത്തില്ല. ഇവിടെ മീൻ വിളമ്പിക്കൊണ്ട് അപ്പുറത്ത് മീൻ കൊടുക്കാനൊക്കത്തില്ല. അല്ല, അങ്ങനെ കൊടുക്കുന്നവർ കാണും, പക്ഷെ എന്നെ കൊണ്ടൊക്കത്തില്ല. അത് നമ്മൾ എല്ലാവർക്കും ഒരേ ഭക്ഷണം തന്നെ കൊടുത്ത് അന്നേരം ആ സിനിമയ്ക്ക് അത്ര ആയാൽ ലാലേട്ടനെയൊക്കെ വെച്ചെടുക്കുന്ന പടത്തിന് 30 എന്നൊക്കെ പറയുന്ന ഫിഗറൊന്നും ഒന്നുമല്ല. 50 ഉണ്ടാവുമായിരിക്കും. ആകാം. ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ലാലേട്ടൻ അത്ര കൃത്യമായിട്ടല്ല ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരുന്നത്. ആന്റണി പെരുമ്പാവൂർ വന്നതിന് ശേഷമാണ് ഈ ലാലേട്ടന്റെ ബ്രാൻഡ് വാല്യൂ ഒരുപാട് കൂടിയതെന്നും അത് കൃത്യമായിട്ട് ഒരു വരവ് ചെലവുകൾക്കും കണക്കായതെന്നും ഒക്കെ. അതൊരു സത്യാവസ്ഥയുണ്ടോ? ഇന്ന് വരെ പറയാത്ത നീരാളിയുടെ സിനിമയുടെ ഷൂട്ടിങ്ങിന് ലാലേട്ടൻ്റെ കൂടെ ആകെ 2 സ്റ്റാഫേ ഉള്ളൂ, ഞാനുണ്ട്, ബാക്കി ആരുമില്ല ബോംബെ. ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കും. പിന്നെ അന്ന് ഞാനും അദ്ദേഹവും മാത്രമേ ഉള്ളൂ. ഒരു ഹോട്ടലിൽ അപ്പുറത്തെ റൂം, ഒരുമിച്ച് വണ്ടി രാവിലെ യാത്ര ചെയ്ത് സെറ്റ് ഞാനുണ്ട് ഫുൾ ടൈം. അന്നേരം ഇങ്ങനെ സംസാരിക്കുമ്പോൾ പുള്ളിയുടെ വായിൽ തന്നെ വന്നിട്ടുണ്ട്, വലിയ ഹിറ്റ് പടങ്ങളൊക്കെ അതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അവസാനം കണക്കുമായിട്ട് വരുമ്പം ഒന്നും കാണത്തില്ല, നഷ്ടമായിരിക്കും. പുള്ളിക്ക് കൊടുക്കാനുള്ള ശമ്പളത്തിൽ അത് കുറയ്ക്കും. ലാലേട്ടൻ ഒരു കലാകാരനാണ്. ഒരു കലാകാരൻ ഒരു കാരണവശാലും ഒരു കച്ചവടക്കാരനായി മാറാനൊക്കത്തില്ല. ഒരു കാരണവശാലും ഒക്കത്തില്ല. അയാൾ കച്ചവടക്കാരനായാൽ അയാളുടെ കല അയാളിൽ നിന്ന് പോകും, അത് ആരായാലും. പക്ഷെ ഒരു കച്ചവടക്കാരന് 2 വെക്കും. ഏതാ നേരം. അതുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ വന്നതിന് ശേഷമാണ് തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ നല്ല സിനിമകളും നല്ല ഫിനാൻഷ്യൽ ഡിസിപ്ലിനൊക്കെ ഉണ്ടായത് ആയിരിക്കണം. കാര്യം ഞാനത് കഴിഞ്ഞ ലാലേട്ടനെ പരിചയപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് പഴയ കാര്യങ്ങൾ അറിയത്തില്ല. അതുകൊണ്ട് കേട്ടല്ലോ. പക്ഷെ എന്നോട് ലാലേട്ടൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്,